ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അലോൺ ഓഫ് ദ ഗെയിമർ. കഥയുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ മുന്നേ ഞങ്ങൾ സൗണ്ട് ഒന്ന് കൂട്ടുക അതിൻ്റെ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കുറച്ച് സമയത്തിന് ശേഷം രാഘവൻ കണ്ണു തുറന്നു. സമയം 8 PM. ഇവർ അതേ കാട്ടിൽ. രാഘവൻ പെട്ടെന്ന് പോയി രാജനെയും സോമനെയും വിളിച്ചുണർത്തി. ഇവർ വീണ്ടും ഞെട്ടി. രാജൻ, എന്താണിത്? നമ്മൾ വീണ്ടും ഇവിടെ എത്തിയല്ലോ. സോമൻ, ഇതെങ്ങനെ? രാഘവൻ, ആരാണ് നമ്മെ ഇവിടെ കൊണ്ടുവരുന്ന ആ 2 പേർ? അങ്ങനെ ഇവർ തല പുകഞ്ഞ് ആലോചിച്ചപ്പോൾ ഇവർക്ക് 2 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം ഓർമ്മ വന്നു. മയക്കുമരുന്ന് ഉപയോഗിച്ച അനു, അസിം എന്ന 2 പേരെ ഇവർ പോലീസിന് കാണിച്ചു കൊടുത്തിരുന്നു. 1 മാസം മുമ്പ് അവരെ കോടതി ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. ഇതവരാണെന്ന് ഇവർ ഉറപ്പിച്ചു. കാരണം ഇവരുടെ പുറത്തടിച്ച അതേ ടാറ്റു ഇവർ അനുവിൻ്റെയും ആഷിമിൻ്റെയും കയ്യിൽ കണ്ടിരുന്നു. ഇവർ തങ്ങളെ മനസ്സിലാക്കിയതറിഞ്ഞപ്പോൾ അനുവും ആഷിമും പെട്ടെന്ന് വന്ന് ഇവരെ 3 പേരെയും പിടിച്ചു കെട്ടിയിട്ട് അവിടുന്ന് പോയി. ഇവർ കുറെ രക്ഷപ്പെടാൻ നോക്കി, എങ്കിലും കഴിഞ്ഞില്ല. അപ്പോഴാണ് അവിടെ അവരുടെ കയ്യിൽ നിന്ന് താഴെ വീണ ഒരു കത്തി കിടക്കുന്നത് രാഘവൻ കണ്ടത്. രാഘവൻ കഷ്ടപ്പെട്ട് വലിഞ്ഞ് ആ കത്തിയെടുത്ത് തൻ്റെ കെട്ടുകൾ മുറിച്ചു കളഞ്ഞു. ശേഷം രാജൻ്റെയും സോമൻ്റെയും കെട്ടയച്ചു. അങ്ങനെ ഇവർക്കൊരു ബുദ്ധി തോന്നി. അവർ കെട്ടിയിട്ട കയറെടുത്ത് ഒരു മരത്തിൽ നിന്ന് അപ്പുറത്തെ മരത്തിലേക്ക് അടിയിലൂടെ അത് കെട്ടി. എന്നിട്ട് ഇതിന് മുകളിൽ കുറച്ച് ഇലകളും ചപ്പുമൊക്കെയിട്ട് അത് കാണാത്ത രൂപത്തിൽ മൂടി. അതിനുശേഷം ഒരു ഭാഗത്ത് രാഘവൻ ആ കത്തിയും പിടിച്ചു നിന്നു. മറുഭാഗത്ത് രാജനും സോമനും ബാക്കി കയർ പിടിച്ചു നിന്നു. അവർ വന്നപ്പോൾ കെട്ടിയിട്ട ഇവരെ കാണാത്തത് കൊണ്ട് ഓടിച്ചെന്നപ്പോൾ അടിയിൽ കെട്ടിയ കയർ തട്ടി താഴെ വീണു. ഈ അവസരത്തിൽ രാജനും സോമനും ഓടി വന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന കയർ കൊണ്ട് അവരെ മുറുക്കി കെട്ടി. ശേഷം അവരെയും വലിച്ച് അവർ പോയ വഴിയിലൂടെ പോയപ്പോൾ ഇവരെ ടാറ്റു അടിച്ച സ്ഥലത്തെത്തി. അതിൻ്റെ വാതിൽ തുറന്നപ്പോൾ ഇവർ ഇവരുടെ നാട്ടിൽ തന്നെ എത്തി. ശേഷം അവരെ പോലീസിനെ ഏൽപ്പിച്ച് ഇവർ ഇവരുടേതായ വീടുകളിലേക്ക് തിരിച്ചു പോയി. ശേഷം രാഘവനും സോമനും രാജനും വളരെ നന്നായി ജീവിച്ചു. അപ്പോൾ ഗൈസ്, ഇത്രയുള്ളൂ കഥ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.